ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഏത്തപ്പഴവും അതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് ഒരു അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഏത്തപ്പഴം വേണം. അപ്പം നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം തന്നെ എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അത് അരച്ചതിന് ശേഷം നമുക്ക് ഒരു ബോളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നീട് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 കപ്പോളം പാല്, തിളച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക്, ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടേണ്ടതാണ്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടി പാൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നെയ്യ് തടകിയ ഒരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആവിയിൽ വെച്ച് ഒരു 20 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് സെറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ല രീതിയിൽ വെന്ത് വരുന്നതായിരിക്കും. അപ്പം ഇത് വെന്ത് വന്നതിന് ശേഷം ഒരു സ്പാച്ചിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് ആ പാത്രത്തിൽ നിന്ന് ഇളക്കാവുന്നതാണ്. ഇളക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു സ്വീറ്റ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഈസി സ്നാക്കാണിത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു മധുര പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.